പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. കൊയിലാണ്ടിയിലെ അരും കൊല. കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകത്തിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ. കസ്റ്റഡിയിലുള്ള പ്രതി അഭിലാഷ് കുറ്റം സമ്മതിച്ചു. തുടരന്വേഷണത്തിന് പോലീസ് പ്രത്യേക സംഘം രൂപീകരിക്കും. 7 വർഷമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. സത്യനാഥൻ ക്ഷേത്രത്തിൽ വരുമെന്ന് ഉറപ്പിച്ച ശേഷം മാരകായുധങ്ങളുമായി എത്തി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതി അഭിലാഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ വ്യക്തത വരും. നിഗമനം തന്നെയാണ്. ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, സസ്പെക്ട് ആണത്. പ്രൈമ ഫേസി ഒരു പേഴ്സണൽ എനിമിറ്റി ആണുള്ളത്. ഇന്നലെ രാത്രി വന്നേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ ആക്ച്വലി IP കൊയിലാണ്ടിയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ മൂവ് ചെയ്യുന്നുള്ളൂ. കസ്റ്റഡി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എടച്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മഴുവും സർജിക്കൽ ബ്ലേഡും ഉപയോഗിച്ചായിരുന്നു പ്രതിയുടെ ആക്രമണം. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും കൊലപാതകം നടന്ന ക്ഷേത്ര പരിസരത്ത് വിശദമായ പരിശോധന നടത്തും. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. സത്യനാഥിന്റെ ശരീരത്തിൽ 6 മുറിവുകളുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ കഴുത്തിലും നെഞ്ചിലുമുള്ള മുറിവുകൾ ആഴമേറിയതാണ്. 24 കോഴിക്കോട്. ജനസമ്മതനായ നേതാവിനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കോഴിക്കോട്ടെ CPIM നേതൃത്വം. ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. CPIM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ ചെറിയപുറം ക്ഷേത്രോത്സവത്തിനിടെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഉത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേള നടക്കുന്നതിനിടെ 33-കാരനായ ചെറുവട്ടൂർ സ്വദേശി അഭിലാഷ് കൊലപ്പെടുത്തുകയായിരുന്നു. നടന്നത് മൃഗീയമായ കൊലപാതകമാണെന്നും പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മൃഗീയമായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം സംഘടിപ്പിച്ചത്. മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. സൗമ്യനായ PV സത്യനാഥിന്റെ കൊലപാതകം വിശ്വസിക്കാനാകുന്നില്ലെന്ന് കാണത്തിൽ ജമീൽ MLA പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു വ്യക്തിവൈരാഗ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം. 24 കോഴിക്കോട്. തെരഞ്ഞെടുപ്പിന് സജ്ജരായി പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ P മുരളീധരനും പാലക്കാട്ട് C കൃഷ്ണകുമാറും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറും. വിജയിക്കുക അല്ലെങ്കിൽ വോട്ട് ശതമാനം ഉയർത്തുക. BJP സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി കരുത്തരെ കളത്തിലിറക്കാനാണ് BJP തീരുമാനം. കോഴിക്കോട് മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്ന സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേര് വയനാട് കൂടെ പരിഗണിക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായി ആനി രാജയെ നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് BJP ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നത്. ശോഭ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് MT രമേശിനാണ് സാധ്യത. നിലവിൽ വടകരയിലാണ് MT രമേശിനെ പരിഗണിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V മുരളീധരൻ, പാലക്കാട് C കൃഷ്ണകുമാർ, കാസർഗോഡ് PK കൃഷ്ണദാസ്, മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി, പത്തനംതിട്ടയിൽ PC ജോർജ്, കൊല്ലത്ത് PB ഗോപകുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. കണ്ണൂരിൽ ഈ അടുത്ത് കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ. പൊന്നാനിയിൽ പ്രഫുൽ കൃഷ്ണൻ, നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടിയിൽ മേജർ രവി, AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ എന്നിവരാണ് പട്ടികയിൽ. എറണാകുളം BDJSന് നൽകുന്ന കാര്യവും ആലോചനയിലുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിനാണ് മുൻതൂക്കം. കലാ സാംസ്കാരിക രംഗത്തെ ചില പ്രമുഖരുമായും തിരുവനന്തപുരത്തിനായി ചർച്ച നടത്തുന്നുണ്ട്. തലസ്ഥാനത്ത് അവസാന നിമിഷം കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നാളെ ഡൽഹിയിൽ ദേശീയ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ അന്തിമ ധാരണയാകും. 29ഓടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. BJPയുടെ പ്രചാരണ ഗാന വിവാദത്തിൽ IT സെൽ കൺവീനർ S ജയശങ്കറിന് പ്രകാശ് ജാവദേക്കർ നൽകിയ പിന്തുണയിൽ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അതൃപ്തി.
കേരള പദയാത്രയിൽ പങ്കെടുക്കാതെ ഡൽഹിയിലെത്തുന്ന കെ സുരേന്ദ്രൻ IT സെൽ കൺവീനർക്കെതിരെ നടപടി വേണമെന്ന് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടും. IT സെൽ കൺവീനർ S ജയശങ്കറും കെ സുരേന്ദ്രനുമായുള്ള ശീതസമരം BJPയിൽ കലങ്ങി മറിയുന്നു. പ്രചാരണഗാന വിവാദം കാര്യമാക്കേണ്ടതില്ല എന്ന സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ പരാമർശത്തോട് സംസ്ഥാന അധ്യക്ഷന് കടുത്ത അതൃപ്തിയുണ്ട്. AP അബ്ദുള്ളക്കുട്ടിക്കും MT രമേശിനും ചുമതല നൽകി കേരള പദയാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കെ സുരേന്ദ്രൻ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒഴിച്ചുകൂടാനാകാത്ത യോഗങ്ങൾക്ക് ഡൽഹിയിൽ പോകുന്നതെന്നാണ് കെ സുരേന്ദ്രന്റെ വിശദീകരണം. എന്നാൽ ഈ യാത്രയിൽ IT സെൽ കൺവീനർക്കെതിരെ നടപടി വേണമെന്ന് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടും. പ്രചാരണഗാന വിവാദത്തിൽ പറ്റിയത് പിശകു തന്നെയെന്ന് കെ സുരേന്ദ്രൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ BJPക്കെതിരെ ഇടതു വലതു ജിഹാദി സൈബർ ഗുണ്ടകളും BJP വിരുദ്ധ മാധ്യമപ്രവർത്തകരും വ്യാപകമായ കുപ്രചരണം നടത്തുന്നുവെന്ന് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. IT സെൽ പുറത്തിറക്കിയതല്ല ഗാനമെന്ന് തിരിച്ചറിഞ്ഞിട്ടും വിവാദം തുടരുന്നത് ദുരുദ്ദേശമെന്നും അടുത്ത വിവാദവുമായി ആരും രംഗത്തു വരേണ്ടെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം ലീഗ്. മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് മുസ്ലിം ലീഗ്. UDF യോഗം ബഹിഷ്കരിക്കാനാണ് ആലോചന. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഉറപ്പ് നൽകാത്തതാണ് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചത്. സീറ്റിനു വേണ്ടി യാചിക്കുകയല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24നോട് പറഞ്ഞു. അപമാനം സഹിച്ച് UDFൽ നിൽക്കണോ എന്ന് ലീഗ് തീരുമാനിക്കണമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. മൂന്നാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് ലീഗ് നിലപാട്. രണ്ടിലും ഉറപ്പ് ലഭിക്കാത്തതാണ് ലീഗിന്റെ അതൃപ്തിക്ക് കാരണം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ലെന്ന നിലപാടിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടിയെടുക്കുക എന്ന നിലപാടിലേക്ക് ലീഗ് മാറി. അണികളുടെ വികാരം കൂടി കണക്കിലെടുത്താണ് നയമാറ്റം. ലീഗിന് മൂന്നാം സീറ്റ് ലഭിക്കുമെന്ന് PMA സലാം. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25-ാം തീയതി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ ഒരു തീരുമാനമായാൽ പോരെ, പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. UDFലെ പ്രബല കക്ഷിയായിട്ടും മൂന്നാം സീറ്റിനായി ലീഗ് ദയനീയമായി യാചിക്കുകയാണെന്ന മന്ത്രി P രാജീവ്. UDFിന്റെ കരുത്ത് മുസ്ലിം ലീഗാണ്. നിയമസഭയിൽ മൂന്നിൽ 1 സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി യാചിക്കുകയാണ് ചെയ്യുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും LDF ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്നും ഇത് പിണറായി വിജയനും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ധാരണയാണെന്നും BJP ആരോപിച്ചു. പിണറായി വിജയന്റെ ആ അടവ് നയം അവരിപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടെ CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ മലപ്പുറത്തെ 2 സ്ഥാനാർത്ഥികളും വളരെ ദുർബലത. അത് മഞ്ചേരിയിലായാലും മലപ്പുറത്തായാലും അത് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രകടമായ പ്രതിഫലനമാണ് എന്ന് ഞങ്ങൾ പറയാൻ. ലീഗുമായുള്ള തർക്കം പരിഹരിച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന ആവശ്യത്തിലാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം. 24 മലപ്പുറം. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിന് തിളക്കം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച നേട്ടം. UDFൽ നിന്ന് 4 സീറ്റും BJPയിൽ നിന്ന് 3 സീറ്റും LDF പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റിൽ LDFും UDFും 10 സീറ്റുകൾ വീതം നേടിയപ്പോൾ BJP 3 വിജയിച്ചു. മട്ടന്നൂർ നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് BJP അട്ടിമറി വിജയം നേടി. ഒരു കോർപ്പറേഷൻ വാർഡ്, 4 മുനിസിപ്പാലിറ്റി വാർഡ്, 18 ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 13 UDFും 5 വീതം LDFും BJPയും എന്നതായിരുന്നു മുൻപത്തെ ചിത്രം. 5 സീറ്റിൽ നിന്നാണ് LDF സീറ്റെണ്ണം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത്. UDFിൽ നിന്ന് 4 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. BJPയിൽ നിന്ന് 3 സീറ്റുകളും നേടി. തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ വാർഡ് BJPയിൽ നിന്ന് പിടിച്ചെടുത്തത് LDFന് വലിയ നേട്ടമായി. നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ ഭരണവും ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കാൻ LDFനായി. UDFിന്റെ സിറ്റിംഗ് സീറ്റിൽ LDF സ്ഥാനാർത്ഥി NS അർച്ചന 98 വോട്ടുകൾക്ക് വിജയിച്ചതോടെയാണ് ഭരണമാറ്റം. വളരെയധികം സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട്. കാരണം എത്രയേറെ ആൾക്കാർ ഒരു പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു ഭരണമാറ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാരോട് എപ്പോഴും നന്ദി പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് ഏതൊരു കാര്യവും സത്യസന്ധമായിട്ട് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. 2 സിറ്റിംഗ് സീറ്റുകളിൽ LDF പരാജയപ്പെട്ടു.
13 സീറ്റുണ്ടായിരുന്ന UDFന് 10 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ കൂറുമാറ്റത്തിൽ അംഗങ്ങളെ അയോഗ്യരാക്കിയതിനെ തുടർന്ന് നടന്ന 2 വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിലും UDF വിജയിച്ചു. 5 സീറ്റിൽ നിന്ന് BJP 3 ചുരുങ്ങി. തിരുവനന്തപുരം നഗരസഭയിലെ സീറ്റ് നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയായി. എന്നാൽ ചരിത്രത്തിലാദ്യമായി മട്ടന്നൂർ നഗരസഭയിൽ നേടിയ അട്ടിമറി വിജയം കരുത്തായി. UDF സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുത്തത്. 24 തിരുവനന്തപുരം. അടുത്ത വാർത്തയിലേക്ക്. ശിഹാബുദ്ദീൻ അറസ്റ്റിൽ. തിരുവനന്തപുരം നേമത്ത് വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച യുവതിയെ അക്യൂപങ്ക്ചർ ചെയ്തിരുന്ന ഷിഹാബുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ നിന്നാണ് നേമം പോലീസ് ഇയാളെ പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ച യുവതിയുടെ ഭർത്താവും കേസിൽ മറ്റൊരു പ്രതിയുമായ നയാസ് ഷിഹാബുദ്ദീനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൊച്ചിയിൽ നിന്ന് പിടികൂടിയ ഷിഹാബുദ്ദീനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷിഹാബുദ്ദീന്റെ നിർബന്ധത്തിലാണ് മരിച്ച ഷമീറയ്ക്ക് വീട്ടിൽ അക്യൂപങ്ക്ചർ ചികിത്സ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇന്ന് തന്നെ ഇയാളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ഷിഹാബുദ്ദീനെ മരിച്ച ഷമീറയുടെ ഭർത്താവും കേസിൽ പ്രതിയുമായ നയാസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത നയാസിനെ പോലീസ് പിടിച്ചു മാറ്റുകയായിരുന്നു. സംഭവത്തിൽ 2 ദിവസം മുൻപ് കോടതി റിമാൻഡ് ചെയ്ത നയാസിനെ ചോദ്യം ചെയ്യാനായാണ് പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. നയാസിനെയും ഷിഹാബുദ്ദീനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. ജാർഖണ്ഡിലെ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിന് കാരണമായ പ്രസംഗം നടത്തിയത് കർണാടകയിലാണെന്നും അതുകൊണ്ട് ജാർഖണ്ഡിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നുമാണ് രാഹുൽ ഗാന്ധി വാദിച്ചത്. ഹർജി തള്ളിയ കോടതി രാഹുൽ ഗാന്ധിയോട് വിചാരണ നേരിടാൻ ആവശ്യപ്പെട്ടു. BJP നേതാവ് നവീൻ ഝായാണ് പരാതിക്കാരൻ. പ്രധാനമന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJPയുടെ പിരിവുകാരാക്കി മാറ്റിയെന്ന് രാഹുൽ ഗാന്ധി. 30 കമ്പനികൾക്കെതിരായ അന്വേഷണത്തിലൂടെ 335 കോടി രൂപ ഏജൻസികൾ BJPക്ക് സംഭാവന വാങ്ങി നൽകി. മധ്യപ്രദേശിലെ ഡിസ്റ്റിലറി കേസിൽ ജാമ്യം കിട്ടിയ പ്രതികൾ BJPക്ക് സംഭാവന നൽകിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇനി കർഷക സമരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ഡൽഹി ചലോ സമരത്തിനിടെ വീണ്ടും കർഷക മരണം. ഭട്ടിണ്ട സ്വദേശി ദർശൻ സിംഗ് ആണ് പ്രതിഷേധത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. പോലീസ് നടപടിക്കിടെ യുവ കർഷകൻ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കർഷകർ ഇന്ന് രാജ്യവ്യാപകമായി കരിദിനം ആചരിച്ചു. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളുമെന്ന പ്രഖ്യാപനവുമായി ഹരിയാന സർക്കാർ രംഗത്തെത്തി. ഇന്നലെ രാത്രി പഞ്ചാബിലെ ഖനൌരിയിൽ കുഴഞ്ഞുവീണ ദർശൻ സിംഗിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണകാരണം ഹൃദയാഘാതമെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. മരിച്ച കർഷകന്റെ കുടുംബത്തിന് സർക്കാർ സഹായം നൽകണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ച കർഷകരെ അനുനയിപ്പിക്കുന്നതിന് പുതിയ പ്രഖ്യാപനവുമായി ഹരിയാന സർക്കാർ രംഗത്തെത്തി. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ അറിയിച്ചു. സമരത്തിൽ കൊല്ലപ്പെട്ട യുവകർഷകൻ ശുഭാകരണിന്റെ കുടുംബത്തിന് 1 കോടി രൂപയാണ് ധനസഹായമായി പഞ്ചാബ് സർക്കാർ പ്രഖ്യാപിച്ചത്. യുവകർഷകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ദേശീയ തലത്തിൽ ട്രാക്ടർ മാർച്ച് നടത്താനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഹരിയാന പോലീസിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. കർഷക നേതാക്കൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയ ഹരിയാന പോലീസിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അടുത്ത മാസം 14-ന് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനും കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. തൽക്കാലം നിർത്തിവച്ചിരിക്കുന്ന ഡൽഹി ചലോ മാർച്ച് നാളെ പുനരാരംഭിക്കും. 24 ഡൽഹി. ഭരണ തുടർച്ച ഏത് പാർട്ടിക്കും അപജയമുണ്ടാക്കുമെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ. 24ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന പരിപാടിയിലാണ് പ്രതികരണം. മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ജനാധിപത്യ മര്യാദകൾ പാലിക്കണം. MT വാസുദേവൻ നായർ കോഴിക്കോട്ട് പറഞ്ഞത് എല്ലാ കാലത്തും പ്രസക്തിയുള്ള കാര്യമാണെന്നും K. സച്ചിദാനന്ദൻ പറഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടിയും കറപ്റ്റ് ചെയ്യും എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട്? തീർച്ചയായും ഉണ്ട്. ആ അപകട സാധ്യത വളരെയധികം ഉണ്ട്. ആ അപകട സാധ്യത നാം ധാരാളം കണ്ടു. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നാം കണ്ടു, നാം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ടു. അവിടെയെല്ലാം തന്നെ തുടർച്ചയായ അധികാരം പാർട്ടികളെ ദുഷിപ്പിക്കുന്നതും പാർട്ടിയിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി യാതൊരു പ്രതിജ്ഞാബദ്ധതയും ഇല്ലാത്ത ആളുകൾ കടന്നു വരുന്നതും അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നതും നാം കണ്ടു. ബംഗാളിലെ ഗ്രാമങ്ങളിൽ പോലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനിത് പറയുന്നത് കണ്ടു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ജാഗ്രത പുലർത്തണം എന്ന ഒരു താക്കീതാണ് വാസ്തവത്തിൽ അതിലുള്ളത്. ഒരു പകുതി ലാഘവത്തോടെ എന്നാൽ പകുതി ഗൗരവത്തോടെ പറഞ്ഞ ഒരു കാര്യമാണത്. ജനാധിപത്യത്തിൽ ഏത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ജനാധിപത്യ
വ്യക്തിപരമായി ജനാധിപത്യത്തിൻ്റെ മര്യാദകൾക്കനുസരിച്ച് പെരുമാറണമെന്നൊരു പ്രാഥമികമായ കാര്യമാണ്. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരസ്യ പ്രതികരണം അനാവശ്യമായിരുന്നുവെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. വിമർശനം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ എന്നറിയില്ല. ശ്രീകുമാരൻ തമ്പി പ്രതിഭയുള്ളയാളാണെന്നും അനാദരവില്ലെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. കേരള ഗാനത്തിന് രചനകൾ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും പരസ്യം ചെയ്യാനാണ് സമിതിയുടെ തീരുമാനം. അടിക്കടി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ യാത്രാപ്പടി സംബന്ധിച്ചായാലും അതല്ല ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കേരള ഗാന വിഷയമായാലും വിവാദങ്ങൾ ഒന്നിനു പുറകെ ആയി വന്നു. താങ്കൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്തു. മാനസികമായി താങ്കൾ അത് ബാധിച്ചു. ഒരർത്ഥത്തിൽ പ്രത്യേകിച്ചും ബാലചന്ദ്രൻ അതൊരു പൊതുപ്രസ്താവനയാക്കി മാറ്റിയത് വ്യക്തിപരമായി എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നത് ശരിയാണ്. കാരണം എനിക്ക് സഹോദര തുല്യനായ ഒരാളാണ് ബാലചന്ദ്രൻ. അത് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും എത്താൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് ഉയരുക. 9 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താപനില ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാട്ടുതീ വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കണം. ഛത്തീസ്ഗഡിലെ സുക്മയിൽ 2 ഗ്രാമീണരെ നക്സലൈറ്റുകൾ കൊലപ്പെടുത്തി. പോലീസിന് വിവരം നൽകുന്നുവെന്നാരോപിച്ചാണ് കൊലപാതകം. ചിന്തഗുഫ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കഹേർ ദുൽഹെദ് ഗ്രാമത്തിലാണ് സംഭവം. സോധി ഹംഗ, മാധ്വി നന്ദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പീപ്പിൾസ് ലിബറേഷൻ ഗൊറില്ല ആർമി എന്ന സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അക്രമികൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. വിദേശ നാണയ വിനിമയ കേസിൽ അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതിൽ നിന്ന് ഇഡിയെ വിലക്കണമെന്ന മഹുവ മൊയ്ത്രയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. മുൻവിധിയോടെ വാർത്തകൾ വിലക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പി.സി. ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ BJP ഔദ്യോഗിക ലയനം ഈ മാസം 27-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലയന പ്രഖ്യാപനം നടത്തുക. ബൈജൂസ് ദി ലേണിംഗ് ആപ്പ് ഉടമ ബൈജു രവീന്ദ്രനെതിരെ നിക്ഷേപകർ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ചു. ഇന്ന് ചേർന്ന അസാധാരണ യോഗത്തിലാണ് ഒരു വിഭാഗം നിക്ഷേപകർ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും പാഴ്സൽ തട്ടിപ്പ്. പാഴ്സലായി അയച്ച സാധന സാമഗ്രികളിൽ MDMA ഉണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടൽ. കൊല്ലം സ്വദേശിക്ക് നഷ്ടമായത് 40 ലക്ഷം രൂപ. BJP നേതാവ് കരമന ജയൻ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയിൽ. കേന്ദ്ര സർക്കാർ പ്രതിനിധിയായാണ് നിയമനം. കുമ്മനം രാജശേഖരന്റെ അംഗത്വ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ നിയമനം. കൊച്ചി കണ്ണമാലി ഭാഗത്ത് മത്സ്യബന്ധന ബോട്ട് മുങ്ങി. ബോട്ടിലുണ്ടായിരുന്ന 5 മത്സ്യത്തൊഴിലാളികളെയും വൈപ്പിൻ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. സാന്റാ മരിയ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അടുത്ത വാർത്ത. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കിനി 2 ദിവസം. തലസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. പൊങ്കാല ദിവസം മതമൈത്രിയുടെ ഒരു വലിയ അധ്യായം കുറിക്കാൻ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളികൾ. പൊങ്കാല ഞായറാഴ്ചയായതിനാൽ കുർബാനയുടെ സമയം മാറ്റിയാണ് നന്മയുടെ മാതൃക. ആറ്റുകാൽ പൊങ്കാല ദിനമായ ഞായറാഴ്ച നഗരത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ സമീപത്തും പൊങ്കാല അടുപ്പുകൾ നിരക്കും. അതുകൊണ്ട് തന്നെ രാവിലത്തെ ആരാധനയുടെ സമയം മാറ്റിയിരിക്കുകയാണ് ക്രിസ്ത്യൻ പള്ളികൾ. ആരാധന സമയം മാറ്റി ആദ്യം മാതൃകയായത് പാളയം CSI ക്രൈസ്റ്റ് ചർച്ചാണ്. പിന്നാലെ സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയവും സമയം മാറ്റി. ആറ്റുകാൽ പൊങ്കാലയോട് കഴിഞ്ഞ എല്ലാ വർഷങ്ങളും തന്നെയും വളരെ സഹോദരമായിട്ടുള്ളൊരു സമീപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ ഇത്തവണയും ഇവിടുത്തെ ഇടവക കൗൺസിലും അതുപോലെ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗങ്ങളിലൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ചർച്ച ചെയ്തിട്ട് ഇവിടെ എത്തുന്ന വലിയൊരു ജനബാഹുല്യമുണ്ടല്ലോ, ഈ നഗരത്തിലെത്തുന്ന എല്ലാ പ്രദേശത്തു നിന്ന് ആൾക്കാരോട് ഒരുമിച്ച് കൂടുകയാണ്. അത്തരത്തിലുള്ള വലിയൊരു ഉത്സവം ഈ നഗരത്തിൽ നടക്കുമ്പോൾ അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് ഇടവക കൗൺസിലും അതുപോലെ തന്നെ BCC ജനറൽ ബോഡി യോഗമൊക്കെ എടുത്തത്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പലതരത്തിലാണ് ആരാധനാ സമയം ക്രമീകരിച്ചിട്ടുള്ളത്.
സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ രാവിലെയും വൈകിട്ടുമുള്ള കുർബാന ഒഴിവാക്കി. CSI ക്രൈസ്റ്റ് ചർച്ചിൽ രാവിലത്തെ ആരാധന ഒഴിവാക്കി വൈകിട്ട് പൊതു ആരാധന നടത്തും. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിറിയൻ കത്തീഡ്രലിൽ ഞായറാഴ്ച ആരാധന ശനിയാഴ്ച വൈകിട്ട് നടത്തും. ആരാധനാ സമയം മാറ്റിയതിനു പുറമെ പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തർക്ക് അന്നേ ദിവസം ശീതളപാനീയവും ഒരുക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.